സ്റ്റൈലിലാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ കറി തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. വേണ്ടി ഞാനിവിടെ എടുത്തിട്ടുള്ളത് കുറച്ച് ചെറിയ ഉള്ളി, കുറച്ച് വെളുത്തുള്ളി, ചെറിയ കഷ്ണം ഇഞ്ചി, 1/2 ടീസ്പൂൺ ചെറിയ ജീരകം, 1/2 ടീസ്പൂൺ ക്രഷ് ചെയ്ത കുരുമുളക് പൊടി. ശേഷം ഇവയെല്ലാം കൂടി മിക്സിയിൽ അരച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഈ സമയത്ത് കുക്കറിൽ ഒരല്പം വെളിച്ചെണ്ണ ഒഴിച്ച് അത് ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് ഉള്ളി ഇട്ട് കൊടുക്കുക. ഞാനിവിടെ എടുത്തിട്ടുള്ളത് 1/2 ഉള്ളിയാണ്. ഇത് നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കുക. ശേഷം അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് നന്നായിട്ട് വഴറ്റി എടുക്കുക. ഉള്ളി നല്ലോണം ഗോൾഡൻ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിലേക്ക് നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കൊടുക്കുക. ശേഷം നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഇത് നന്നായി വഴറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ തക്കാളിയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഞാനിവിടെ 2 ചെറിയ തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. ശേഷം ഇതിട്ട് നന്നായി വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് ഒരല്പം പുതിനയില, ഒരല്പം മല്ലിയില ഇവ ചേർത്ത് നന്നായി വഴറ്റിയെടുക്കുക. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3/4 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല എന്നിവ ആഡ് ചെയ്ത് കൊടുക്കാം. ശേഷം നന്നായി വഴറ്റിയെടുക്കുക. ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ വഴറ്റിയെടുക്കുക. അപ്പോൾ നന്നായി വഴണ്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ച ചിക്കൻ കഷ്ണങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായി മസാലയിൽ തേച്ച് പിടിപ്പിക്കുക. ശേഷം 2 ഗ്ലാസ്സോ അല്ലെങ്കിൽ 1.25 ഗ്ലാസ്സോ വെള്ളം ഒഴിച്ച് നന്നായി ഇളക്കി 2 വിസിൽ വരുന്നത് വരെ അടച്ചു വെക്കുക. നമ്മുടെ ചിക്കൻ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിന് മുകളിലേക്ക് ഒരല്പം പുതിനയില ഇട്ട് കൊടുക്കുക. ഇപ്പോൾ നമ്മളുടെ മട്ടൺ സ്റ്റൈലിലുള്ള ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടമായി പ്രതീക്ഷിക്കുന്നു. താങ്ക് യു.